ഇവിടെ രാവിലെ പാൽപ്പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ദേ അതിനുള്ള ബാറ്ററൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇഡ്ഡലി ചെമ്പൊക്കെ ക്ലോസ് ചെയ്ത്. കാലത്ത് തന്നെ നല്ല വെയിലാണേ. ഈ പാൽപ്പുട്ടൊന്ന് സെറ്റ് ആവാൻ ഒരു 15 മിനിറ്റ് മതിയേ. അങ്ങനെ ദേ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുവാണേ. ദേ ഇത് കണ്ടോ, പാൽപ്പുട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പാൽപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ ദേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ അപ്പോഴേക്കും ദേ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ പാൽപ്പുട്ട് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ദേ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കറികളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ പാൽപ്പുട്ട് അടിപൊളിയാണ്. അപ്പൊ ദേ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പാൽപ്പുട്ടും ദേ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു നോക്കിയാലോ. ആ ചിക്കൻ കറി പതിയെ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടിയെടുത്ത് കഴിക്കണം കേട്ടോ. ഇതിങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഭംഗി മാത്രം പോരല്ലോ, അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ചിക്കന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടെ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ പാൽപ്പുട്ടിന്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് പറയണേ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.